ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. മഹാദേവന്റെ പല പല ഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. നടരാജനായിട്ടുള്ള മഹാദേവനുണ്ട്, പശുപതിയായിട്ടുള്ള മഹാദേവനുണ്ട്. അതേപോലെ തന്നെ മഹാദേവനാണ് ഏറ്റവും വലിയ വൈരാഗിയും അതേപോലെ ഏറ്റവും നല്ല ഭർത്താവും. അപ്പോൾ ഇങ്ങനെ പല പല ഭാവങ്ങളിൽ പ്രകടമാവുന്ന ഒരാളാണ് സാക്ഷാൽ മഹാദേവൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഭാവങ്ങളല്ലാതെ ഭഗവാന്റെ ഒരു 19 അവതാരങ്ങൾ ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. അതിൽ ഭഗവാന്റെ അതിശക്തവും കുറച്ച് ഉഗ്രവുമായിട്ടുള്ള, ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഭയാനകമായിട്ടുള്ള ഒരു അവതാരമാണ് സാക്ഷാൽ കാലഭൈരവൻ എന്ന് പറയുന്നത്. അപ്പോൾ കാലഭൈരവനെ വർണ്ണിക്കുന്നത് സമയത്തിൻ്റെ അധിപനായിട്ടാണ്. അതായത് സമയം നിയന്ത്രിക്കുന്നവനാണ് കാലഭൈരവൻ. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ കുറേ കാലങ്ങളായിട്ട് കുടികൊള്ളുന്ന ഭയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാനായിട്ട് നമ്മൾ കാലഭൈരവനെ ആരാധിക്കുന്നതാണ്. അപ്പോൾ കാലഭൈരവൻ്റെ ആ ഒരു ഭാവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഭയാനകമായിട്ടുള്ള ഭാവമാണ് കാലഭൈരവനുള്ളത്. ഭഗവാന്റെ 4 കൈകളിലായിട്ട് ഭഗവാൻ ധരിക്കുന്നത് തൃശൂലവും ഡമരവും, ബാക്കിയുള്ള 2 കൈകളിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. അതായത് ഭഗവാന്റെ ഒരു കയ്യിൽ ഉള്ളത് പാശമാണ്, അതായത് കുരുക്ക് പോലെയുള്ള കയറാണ് ഭഗവാന്റെ കയ്യിലുള്ളത്. പിന്നെ അടുത്ത കയ്യിൽ ബ്രഹ്മകപലമാണ് ഭഗവാന്റെ കയ്യിലുള്ളത്. അപ്പോൾ പിന്നീട് കാലഭൈരവനെ നമ്മൾ വർണ്ണിക്കുന്നത് കാശിയുടെ രക്ഷാധികാരിയായിട്ടാണ്. അതായത് ഭഗവാൻ കാശിയിലാണ് കുടികൊള്ളുന്നത്. അപ്പോൾ മാത്രമല്ല, നമ്മൾ കാലഭൈരവനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിനെയും അഹംഭാവത്തിനെയും ഒക്കെ ഭഗവാൻ നശിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ വിനയത്തിനെ ആലിംഗനം ചെയ്യുന്നവനും കൂടിയാണ് കാലഭൈരവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാനെ പറയാനായിട്ട് ഭഗവാന്റെ ആ ഉദ്ഭവത്തിന് പിന്നിൽ, ഇത്രയും ഭയാനകമായിട്ടുള്ള, ഇത്രയും ഘോരമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അപ്പോൾ ആ കഥ തുടങ്ങുന്നത് വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും തമ്മിലുള്ളൊരു വാക്ക് തർക്കത്തിൽ നിന്നാണ്. ഒരിക്കല് വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും തമ്മിൽ ആരാണ് സർവശ്രേഷ്ഠൻ എന്നുള്ള പേരിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് പറയും, ഞാനാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, അപ്പം ഞാനാണ് സർവശ്രേഷ്ഠൻ. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയും, ലോകത്തിനെ സൃഷ്ടിച്ചാൽ മാത്രം പോരല്ലോ, പരിപാലിക്കാൻ ഒരാൾ വേണ്ടേ, ഞാനാണ് ഈ ലോകത്തിനെ പരിപാലിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ ദേവന്മാര് ഇത് കണ്ട് ആകെ വ്യാകുലപ്പെടുകയാണ്. അവർക്ക് ആകെ ഒരു ആശങ്ക വരികയാണ്, ഇത് എങ്ങനെ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു പേടി വരികയാണ്. അപ്പോൾ അവര് ശിവഭഗവാനെ ചെന്ന് കാണും. അദ്ദേഹത്തിനോട് അവർ അഭ്യർത്ഥിക്കും ഇതിന് എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കാനായിട്ട് ഭഗവാൻ പരമശിവന്റെ അടുത്ത് ചെന്നാണ് ദേവന്മാരൊക്കെ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് പരമശിവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, പരമശിവൻ ഒരു അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ വിഷ്ണു ഭഗവാന്റെയും ബ്രഹ്മാവിന്റെയും നടുക്ക് ആകാശം പിളരുന്ന രീതിയിൽ ഒരു നീണ്ട തീരാത്ത ഒരു അഗ്നിസ്തംഭമായി ഭഗവാൻ രൂപം കൊള്ളും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇവർ തീരുമാനിക്കും, വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും തീരുമാനിക്കും, ഈ അഗ്നിസ്തംഭത്തിന്റെ അന്ത്യം കണ്ടുപിടിക്കും, അതായത് ഇതിന്റെ അറ്റം കണ്ടുപിടിക്കുന്നത് ആരാണോ അവരായിരിക്കും സർവശ്രേഷ്ഠൻ എന്നുള്ളൊരു തീരുമാനം അവരെടുക്കുകയാണ്. അപ്പം അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്യും, ബ്രഹ്മാവ് ഹംസത്തിൽ കയറി പൊക്കത്തേക്ക് പോകും അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാനായിട്ട്. അതേപോലെ വിഷ്ണു ഭഗവാൻ വരാഹ രൂപത്തിൽ താഴത്തേക്ക് പോകും. അപ്പം ഇങ്ങനെ ഇവർ പോയി ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ഇവർക്ക് 2 പേർക്കും സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം വിഷ്ണു ഭഗവാൻ തോൽവി സമ്മതിച്ച് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ വന്ന് കീഴടങ്ങും. എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് വിഷ്ണു ഭഗവാൻ സമ്മതിക്കും. പക്ഷേ ബ്രഹ്മാവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ബ്രഹ്മാവിനും ഈ തൂണിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ബ്രഹ്മാവ് വന്ന് വിഷ്ണു ഭഗവാന്റെ അടുത്ത് കള്ളം പറയും, നുണ പറയും. അതായത് ഞാൻ ഈ തൂണിൻ്റെ, ഈ അഗ്നിസ്തംഭത്തിൻ്റെ അറ്റം കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഞാനാണ് സർവശ്രേഷ്ഠൻ എന്നുള്ളൊരു നുണ പറയുകയാണ് ബ്രഹ്മാവ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ അഗ്നിസ്തംഭമായിട്ട് ഈ നടുക്ക് വന്ന് നിൽക്കുന്നത് സാക്ഷാൽ പരമശിവനാണ്. അപ്പോൾ പരമശിവന് ബ്രഹ്മാവിൻ്റെ ഈ പ്രവൃത്തി കണ്ട്, ബ്രഹ്മാവ് ഇങ്ങനെ കള്ളം പറഞ്ഞത് കണ്ട് അദ്ദേഹത്തിന് വളരെയധികം ക്രോധം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ പരമശിവന്റെ ആ ക്രോധത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ആ ഭയാനകമായിട്ടുള്ള രൂപമാണ് കാലഭൈരവൻ. അപ്പോൾ കാലഭൈരവൻ ഉദ്ഭവിച്ചുകൊണ്ട് കാലഭൈരവൻ ഈ ബ്രഹ്മാവിന്റെ ഈ അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടാവുന്ന, അഹങ്കാരം കൊണ്ടാണല്ലോ ബ്രഹ്മാവ് ആ കള്ളം പറഞ്ഞത്. അപ്പോൾ ആ അഹങ്കാരം എന്നുള്ള 5ാമത്തെ മുഖം ഈ കാലഭൈരവൻ തൻ്റെ ഇടത്തെ കൈയിൻ്റെ ചെറുവിരലിലെ നഖം കൊണ്ട് അറുത്ത് കളയാണ്. അങ്ങനെ
കാലഭൈരവന് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുകയാണ്. അതായത് ബ്രഹ്മഹത്യാ പാപം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ പറയുന്ന ഒരു പാപമാണ്. അതായത് ബ്രാഹ്മണന്മാരായിട്ടുള്ള, അതായത് അന്നത്തെ കാലത്ത് ബ്രാഹ്മണന്മാരായിരുന്നു, ബ്രഹ്മത്തിനെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ആ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ തന്നെ വേദങ്ങളുടെയൊക്കെ അധിപതിയാണ്. അപ്പോൾ എല്ലാ സാധനകളും അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനാണ് ബ്രാഹ്മണൻ. ശരിക്കും ബ്രഹ്മത്തിനെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ സമയത്ത് ആ ബ്രാഹ്മണനെ വധിക്കുക എന്ന് പറയുന്നത് വലിയൊരു പാപമാണ് പുരാണപ്രകാരം. അപ്പോൾ അങ്ങനെ മഹാദേവന് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുകയാണ്. അപ്പോൾ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുമ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല കാലഭൈരവൻ്റെ കയ്യിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ എപ്പോഴാണോ അദ്ദേഹത്തിന് ആ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് മോചനം നേടുക, അപ്പോൾ മാത്രമാണ് ആ തല അപ്രത്യക്ഷമായി പോവുള്ളൂ. അപ്പോൾ ആ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് കാലഭൈരവൻ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അങ്ങനെ അവസാനം കാലഭൈരവൻ കാശിയിൽ എത്തിപ്പെടും. അപ്പോൾ കാശിയിൽ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബ്രഹ്മഹത്യാ പാപം ഇല്ലാതെയാവും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ബ്രഹ്മാവിൻ്റെ ആ ശിരസ്, ആ തല അപ്രത്യക്ഷമായി പോകും. അപ്പോൾ ആ സ്ഥലമാണ് കപലസ്ഥാനം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ കാലഭൈരവൻ്റെ ബ്രഹ്മഹത്യാ പാപം അപ്രത്യക്ഷമാവുകയും കാലഭൈരവൻ ആ കാശിയുടെ രക്ഷാധികാരിയായിട്ട്, കാശിയുടെ ഒരു ഗാർഡിയനായിട്ട് മാറുകയും ചെയ്യാണ്. അപ്പോൾ കാലഭൈരവൻ എന്ന് പറയുന്ന ഒരു ഘോരമായിട്ടുള്ള രൂപത്തിൻ്റെ ഉദ്ഭവത്തിൻ്റെ കഥ ഇതാണ്. പക്ഷെ കാലഭൈരവനെ കുറിച്ച് നമ്മൾ അറിയുകയാണെങ്കിൽ, ഭൈരവനെ കുറിച്ച് നമ്മൾ അറിയുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള, വളരെ ആഴ്ന്നിറങ്ങേണ്ട ഒരു വിഷയമാണത്. കാരണം ഭൈരവൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള ഒരു ഭാവമാണ്, ഒരു രൂപമാണ് മഹാദേവൻ്റെത്. അത് ആ ഒരു ഭൈരവൻ എന്നുള്ള തത്വം, ആ കാലഭൈരവൻ എന്താണ്, കാലം, നമ്മുടെ പ്രവൃത്തികളെല്ലാം സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ആ കാലത്തിനെ, ആ സമയത്തിനെ നിയന്ത്രിക്കുന്നവനാണ് കാലഭൈരവൻ.